ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഫിനിറ്റ് യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. റീസെൻ്റ്ലി നമ്മൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വർക്കല ക്ലിഫ് ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്ന് 7 സൈറ്റുകളെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്കുള്ള സാധ്യതാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. അപ്പോൾ എന്താണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടിക, അതുപോലെ ലോക പൈതൃക പട്ടികയിലേക്കുള്ള സാധ്യതാ ലിസ്റ്റ്, ഇനി ഇന്ത്യയിൽ നിന്ന് ഏതെല്ലാം സൈറ്റുകളെയാണ് ഈ പറയുന്ന ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അപ്പോൾ ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം കേട്ടോ. യുനെസ്കോ അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ, ഈ ഒരു ഓർഗനൈസേഷനാണ് ലോക പൈതൃക പട്ടിക തയ്യാറാക്കുന്നത്. പ്രപഞ്ചത്തിലെ തന്നെ അപൂർവവും സാംസ്കാരികവും പ്രകൃതിദത്തവുമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റുകളെ സംരക്ഷിക്കുക, അതുപോലെ തന്നെ അത് ഭാവി തലമുറയിലേക്ക് കൈമാറുക എന്നുള്ളതാണ് ഈ ഒരു പട്ടികയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ സംരക്ഷിക്കണം എന്നൊരാശയം ഉരുത്തിരിഞ്ഞു വന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് 1972 വേൾഡ് ഹെറിറ്റേജ് കൺവെൻഷൻ നടക്കുന്നത്. 1972 തന്നെ ഈ ഒരു വേൾഡ് ഹെറിറ്റേജ് കൺവെൻഷൻ അംഗീകരിക്കപ്പെട്ടു. 1975 പിന്നീട് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. 1977 നവംബർ 14 ഇന്ത്യ ഔപചാരികമായിട്ട് ഈ കൺവെൻഷനിൽ ഒപ്പുവെച്ചു. 1977 നമ്മൾ സൈൻ ചെയ്തെങ്കിലും ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ടൊരു സൈറ്റ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് അല്ലെങ്കിൽ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് 1983 ഈ ലോക പൈതൃക കേന്ദ്രങ്ങളെ നമ്മൾ പ്രധാനമായിട്ട് 3 തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്താണ് സാംസ്കാരിക കേന്ദ്രങ്ങൾ. ഏതെങ്കിലും ഒരു സ്ഥലത്തെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വാസ്തുവിദ്യ, സാങ്കേതിക വിദ്യയൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. പുരാതനമായ ക്ഷേത്രങ്ങൾ, കോട്ടകൾ, നഗരങ്ങൾ, കലാസൃഷ്ടികളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. രണ്ടാമത്തതാണ് പ്രകൃതിദത്ത കേന്ദ്രങ്ങൾ. പ്രകൃതി പ്രതിഭാസങ്ങളോ സവിശേഷതകളോ ഭൂമിയുടെ തന്നെ പരിണാമത്തെ, ചരിത്രത്തെ പ്രതിനിധീകരിക്കുന്ന പ്രകൃതിപരമായ സ്ഥലങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, പർവ്വതങ്ങൾ, വനപ്രദേശങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. മൂന്നാമത്തതാണ് സമ്മിശ്ര കേന്ദ്രങ്ങൾ. അതായത് ഈ പറയുന്ന സാംസ്കാരിക കേന്ദ്രങ്ങളുടെയും പ്രകൃതിദത്ത കേന്ദ്രങ്ങളുടെയും ഇമ്പോർട്ടൻസ് ഒരുപോലെ ഉൾക്കൊള്ളുന്ന കേന്ദ്രങ്ങളാണ് സമ്മിശ്ര കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് 44 അംഗീകരിക്കപ്പെട്ട സ്ഥലങ്ങളാണ് 2025 വരെ ഉള്ളത്. ഈ 44 സ്ഥലങ്ങളിൽ 36 സാംസ്കാരിക സൈറ്റുകളാണ്, 7 പ്രകൃതിദത്ത സൈറ്റും 1 സമ്മിശ്ര സൈറ്റ് അല്ലെങ്കിൽ മിക്സഡ് ഹെറിറ്റേജ് സൈറ്റാണ്. ഇനി ഈ സൈറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. 2025 നടന്ന 47ാമത് ലോക പൈതൃക സമിതിയുടെ കൺവെൻഷനിൽ മറാത്ത സൈനിക ഭൂപ്രകൃതിയെ ഇന്ത്യയിൽ നിന്നുള്ള 44ാമത് യുനെസ്കോ ലോക പൈതൃക സ്ഥലമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഉൾപ്പെടുന്ന 12 കോട്ടകളാണ് ഈ ഒരു കേന്ദ്രം ഉള്ളത്. മറാത്ത സാമ്രാജ്യത്തിൻ്റെ സൈനിക വൈഭവം ഇത് പ്രതിനിധീകരിക്കുന്നുണ്ട്. ഇനി 2024 ഇന്ത്യയിൽ നിന്നൊരു സൈറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2024 46ാമത് ലോക പൈതൃക സമിതിയുടെ കൺവെൻഷൻ നടന്നത് നമ്മുടെ ഡൽഹിയിൽ വെച്ചിട്ടാണ്. അന്ന് ഉൾപ്പെടുത്തിയത് അസാമിൽ നിന്നുള്ള അഹോം രാജവംശത്തിൻ്റെ മൗണ്ട് ബറിയൽ സിസ്റ്റം മൊയ്താംസ് ആണ് 43ാമത് സൈറ്റായിട്ട് ഇന്ത്യയിൽ നിന്ന് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഇനി നമുക്ക് ഇന്ത്യയിൽ നിന്ന് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മറ്റുള്ള സൈറ്റുകൾ പരിചയപ്പെടാം. അപ്പോൾ ആദ്യം തന്നെ കൾച്ചറൽ സൈറ്റ്സ് നമുക്ക് നോക്കാം. ആഗ്ര കോട്ട ഉത്തർപ്രദേശ്, അജന്ത ഗുഹകൾ മഹാരാഷ്ട്ര, എല്ലോറ ഗുഹകൾ മഹാരാഷ്ട്ര, താജ്മഹൽ ഉത്തർപ്രദേശ്, കൊണാർക്കിലെ സൂര്യക്ഷേത്രം ഒഡീഷ, മഹാബലിപുരത്തെ സ്മാരകങ്ങളുടെ കൂട്ടം തമിഴ്നാട്, ഗോവയിലെ പള്ളികളും കോൺവെന്റുകളും ഗോവ, ഫത്തേപൂർ സിക്രി ഉത്തർപ്രദേശ്, ഹംപിയിലുള്ള സ്മാരകങ്ങൾ കർണാടക, ഖജുരാവോ ടെമ്പിൾസ് മധ്യപ്രദേശ്, എലിഫന്റ ഗുഹകൾ മഹാരാഷ്ട്ര, ഗ്രേറ്റ് ലിവിംഗ് ചോള ടെമ്പിൾസ് തമിഴ്നാട്, പട്ടടക്കലിലെ സ്മാരകങ്ങളുടെ കൂട്ടം കർണാടക, സാഞ്ചിയിലെ ബുദ്ധസ്മാരകങ്ങൾ മധ്യപ്രദേശ്, ഹുമയൂണിൻ്റെ ശവകുടീരം ഡൽഹി, കുത്തം മീനാർ ഡൽഹി, ഡാർജിലിംഗ്, കൽക്കത്ത, ഷിംല, നീലഗിരിയിലെ പർവ്വത റെയിൽവേകൾ, ഭീംബേഡ്കയിലെ പാറക്കെട്ടുകൾ മധ്യപ്രദേശ്, ചമ്പാനീർ പാവ്ഗഡ് പുരാവസ്തു പാർക്ക് ഗുജറാത്ത്, ഛത്രപതി ശിവജി ടെർമിനൽസ് മഹാരാഷ്ട്ര, റെഡ് ഫോർട്ട് കോംപ്ലക്സ് ഡൽഹി, ജന്തർ മന്ദിർ ജയ്പൂർ രാജസ്ഥാൻ, രാജസ്ഥാനിലെ കുന്നിൻ കോട്ടകൾ, റാണിക്ക വാവ് ഗുജറാത്ത്, നളന്ദ മഹാവിഹാരത്തിൻ്റെ പുരാവസ്തു സ്ഥലം ബീഹാർ, കോർബ്യൂസിയറുടെ വാസ്തുവിദ്യാ സൃഷ്ടി ചണ്ഡീഗഡ്, അഹമ്മദാബാദിലെ ചരിത്ര നഗരം ഗുജറാത്ത്, മുംബൈയിലെ വിക്ടോറിയൻ ഗോത്തിക് ആർട്ട് ഡെക്കോ എൻസെമ്പിൾസ്, ജയ്പൂർ സിറ്റി രാജസ്ഥാൻ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നു, ധോളവീര ഒരു ഹാരപ്പൻ സൈറ്റാണ് ഗുജറാത്തിൽ നിന്നുള്ള,
കാകതീയ രുദ്രേശ്വര ക്ഷേത്രം അല്ലെങ്കിൽ രാമപ്പ ക്ഷേത്രം തെലങ്കാന, ശാന്തിനികേതൻ പശ്ചിമ ബംഗാൾ. അപ്പോൾ ശാന്തിനികേതൻ ആഡ് ചെയ്തത് 2023-ലാണ്. അതുപോലെ തന്നെ ഹൊയ്സാല ടെമ്പിള് കർണാടകയിൽ നിന്ന് ആഡ് ചെയ്തത് 2023-ലാണ്. ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞ മോയിദാംസ് അസാമിൽ നിന്ന് 2024 ആഡ് ചെയ്തു. ഏറ്റവും അവസാനത്ത് 44-ാമതായിട്ട് ആഡ് ചെയ്തത് മറാത്ത മിലിറ്ററി സെറ്റിൽമെൻറ്റ്സ് ആണ്. 2025-ലാണ് ആഡ് ചെയ്തത്. ഇനി ഇന്ത്യയിൽ നിന്നുള്ള നാച്ചുറലി ഒക്കറിങ് അല്ലെങ്കിൽ പ്രകൃതിദത്തമായിട്ടുള്ള സൈറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കാസിരംഗ നാഷണൽ പാർക്ക് അസം, കിയോൾഡിയോ നാഷണൽ പാർക്ക് രാജസ്ഥാൻ, മനസ് വന്യജീവി സങ്കേതം അസം, സുന്ദർബൻസ് നാഷണൽ പാർക്ക് പശ്ചിമ ബംഗാൾ, നന്ദാദേവി ആൻഡ് വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം ഉത്തരാഖണ്ഡ്, പശ്ചിമഘട്ടം ഉൾപ്പെടുത്തിയത് 2012-ലാണ്. പിന്നെ പശ്ചിമഘട്ടം എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളുന്ന എല്ലാ സംസ്ഥാനങ്ങളും അതിൽ വരും. ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് ഹിമാചൽ പ്രദേശ്. അപ്പോൾ ഇത്രയുമാണ് പ്രകൃതിദത്തമായിട്ടുള്ള സവിശേഷതകളിൽ ഉൾപ്പെടുന്നത്. ഇനി ഇന്ത്യയിൽ നിന്ന് ഒരേ ഒരു സൈറ്റ് മാത്രമാണ് മിക്സ്ഡ് ഹെറിറ്റേജ് സൈറ്റ് അല്ലെങ്കിൽ സമ്മിശ്ര സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് പ്രകൃതിദത്തമായും അതുപോലെ തന്നെ സാംസ്കാരികവുമായും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ഉള്ള സൈറ്റാണ്. 2016 ഉൾപ്പെടുത്തിയ കാഞ്ചൻജംഗ ദേശീയോദ്യാനം സിക്കിമിൽ നിന്ന്. ഇത്രയും സൈറ്റുകളാണ് ഇന്ത്യയിൽ നിന്ന് വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് മുൻപ് എല്ലാ സൈറ്റുകളെയും നമ്മളൊരു താൽക്കാലിക അല്ലെങ്കിൽ കരട് പട്ടികയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതൊരു നിർബന്ധിത നിബന്ധനയാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഈ റീസെൻ്റ്ലി കേട്ട ന്യൂസിൽ പറഞ്ഞ പോലെ വർക്കല ക്ലിഫ് ഉൾപ്പെടെ 7 സൈറ്റുകളെ ഇന്ത്യയുടെ ലോക പൈതൃക പട്ടികയിലേക്കുള്ള സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റോട് കൂടി ഇന്ത്യയിൽ ഇപ്പോൾ താൽക്കാലിക പട്ടികയിൽ 69 സ്ഥലങ്ങളാണുള്ളത്. അതിൽ 49 എണ്ണം സാംസ്കാരിക പ്രാധാന്യമുള്ളതും 17 എണ്ണം പ്രകൃതിദത്ത സ്ഥലങ്ങളും 3 എണ്ണം സമ്മിശ്ര സ്ഥലങ്ങളുമാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പേര് നമ്മൾ പഠിച്ചിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ റീസെൻ്റ്ലി ആഡ് ചെയ്ത 7 സൈറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിൽ നിന്നുള്ള വർക്കല കുന്നുകളാണ് ഒന്നാമത്തത്. നമുക്ക് വളരെയധികം അഭിമാനകരമായൊരു നിമിഷമാണ്. ഇനി വർക്കല കുന്നുകൾക്ക് പുറമെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള പഞ്ചഗണിയിലെയും മഹാബലേശ്വറിലെയും ഡെക്കാൻ ട്രാപ്സ്, ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി തിരുമല കുന്നുകൾ, കർണാടകയിലെ ഉടുപ്പിയിലുള്ള സെൻറ്റ് മേരീസ് ഐലൻഡ് ക്ലസ്റ്റർ, മേഘാലയയിലെ മേഘാലയൻ ഏജ് ഹിൽസ്, നാഗാലാൻഡിൽ നിന്നുള്ള നാഗ ഹിൽ ഓഫ് ഓഫിയോലൈറ്റ് എന്നിങ്ങനെ 7 സൈറ്റുകളാണ് കരട് പട്ടികയിൽ ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻഫിനിറ്റ് ഡ്യൂ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്